നാളത്തെ ആണെങ്കിലും ഇതിനു മുമ്പുള്ളതാണെങ്കിലും ഏതായിരുന്നാലും അത് ആഘോഷിക്കേണ്ട എന്ന് തന്നെയായിരുന്നു തീരുമാനിച്ചിരുന്നത്. പിന്നെ ഇത് നമ്മുടെ ഒരു സമ്പ്രദായം ആയതുകൊണ്ട് വളരെ ചെറിയ തോതിൽ നാളത്തെ ആഘോഷങ്ങൾ നടക്കുന്നതായിരിക്കും. അത് പ്രത്യേകിച്ച് നമ്മൾ സാധാരണ ചെയ്യാറുള്ള ഗുരുപാതുക പൂജയുണ്ട്, അത് രാവിലെ നടക്കും. അത് കഴിഞ്ഞാൽ അമ്മയുടെ ജന്മദിന സന്ദേശം ഉണ്ടാകും. പിന്നെ അമ്മ നയിക്കുന്ന ധ്യാനം, ലോകശാന്തിക്കുള്ള പ്രാർത്ഥന, പിന്നെ ഒരു 101 യുവതി യുവാക്കൾക്കുള്ള വിവാഹം. അത് ആശ്രമം തന്നെ അതിൻ്റെ എല്ലാ ചിലവുകളും എടുത്തിട്ടുള്ള വിവാഹമാണ്. പിന്നെ പ്രസിദ്ധ കവി ശ്രീ മധുസൂദനൻ നായർക്ക് അമൃതകീർത്തി പുരസ്കാരം നൽകുന്നു. ഏതാനും പുസ്തകങ്ങളുടെ പ്രകാശനം ഉണ്ടാകും. അത് കഴിഞ്ഞാൽ അമ്മ കഴിഞ്ഞ 55 വർഷത്തിലേറെയായി ചെയ്തു വരുന്ന ദർശനം, അതായത് അവിടെ വന്നിട്ടുള്ള നാളെ വരാൻ പോകുന്ന എല്ലാവരെയും, അവസാന വ്യക്തിയെയും കാണുന്നത് വരെ അവിടെ ഇരുന്ന് അവരെയെല്ലാം കാണുകയും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഇതാണ് നാളത്തെ പ്രധാന ചടങ്ങുകൾ.